ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രയേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ. ആദ്യമായി ഇസ്രയേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതെഴുതിയത് ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന പത്രമാണ്. ഈ തലക്കെട്ടോടുകൂടിയാണ് ഇന്നലെ ഇസ്രയേലിലെ അടക്കം ഈ പറയുന്ന പത്രങ്ങൾ പുറത്തിറങ്ങിയത്. ഹമാസ് വിജയമെന്ന് നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞതിന് ശേഷം അതിനുള്ളിൽ അദ്ദേഹം ആസ്വദിക്കുന്നത് യഹിയ സിൻവർ പടമായതും അതുപോലെ തന്നെ മറ്റു പലരും പടമായതുമൊക്കെയാണ്. വക്കീലദ്ദേഹം നമ്മളെല്ലാം പടമാവാനുള്ളവരാണ്, ചാരമാവാനുള്ളവരാണ്, മണ്ണാകാനുള്ളവരാണ്. അതുകൊണ്ട് ചെറുത്തുനിൽപ്പോടെ ഉയർന്നു നിന്ന ഒരു സമൂഹത്തെ ഈ ഘട്ടത്തിലെങ്കിലും പുച്ഛിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, ഈ ചിത്രങ്ങളും പടങ്ങളും കണ്ട് ആഹ്ലാദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മിനിമം മാനസികാവസ്ഥയുടെ അനിവാര്യതയാണ്. ഇസ്രയേലിലെ പത്രങ്ങൾക്ക് പോലും അതുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറക്കാതിരിക്കട്ടെ. ഗസയിലെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ തന്നെ അത്ഭുതപ്പെടുത്തി. വെറും 15 ദിവസം കൊണ്ടോ 15 മണിക്കൂർ കൊണ്ടോ തവിടുപൊടിയാക്കാവുന്ന അത്രയുമേ ഉള്ളൂ ആ ഒരു ചെറിയ രാജ്യമെന്നാണ് വിചാരിച്ചത്. ഏതാണ്ട് 300 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചെറിയ രാജ്യം, ഉപരോധം കൊണ്ട് വലയുന്ന രാജ്യം. ഈ പറയുന്ന ഇത്രമേൽ കനത്ത ആക്രമണം ഉണ്ടാകുമ്പോഴും മുഖ്യധാരയിലെ ഒരു രാജ്യം പോലും മുന്നോട്ട് വന്ന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ സഹായിക്കുമെന്ന് ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു രാജ്യം. എന്നിട്ടും തുണിയും എല്ലാം പറക്കി ഓടി എല്ലാം നഷ്ടപ്പെട്ട ജനത അതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ പോരാട്ട വീര്യത്തോടെ അവരങ്ങനെ നിലനിന്നിരുന്നു. ഒരു ഫലസ്തീനി പോരാളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ മരിക്കുന്നതിന് മുമ്പ് 5 സൈനികരെയാണ് വകവരുത്തിയത്. ഈ 5 സൈനികരെ വകവരുത്താനുള്ള ആയുധശേഷി വളരെ സൈനികമായി എല്ലാ സംവിധാനങ്ങളുമുള്ള ഇസ്രയേൽ പോരാളികളുടെ, ഇസ്രയേൽ സൈന്യത്തിൻ്റെ കയ്യിലുള്ളപ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നുമില്ലാതെയാണ് ഈ 5 പേരെ വധിച്ചത്. കാരണം നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിന് അത്ര ശക്തിയുണ്ട്. ആ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് വേഗതയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പോലും തിരിച്ചറിയാനാവില്ല. സാധാരണ ഓടുന്നതിനേക്കാൾ എത്ര 10 മടങ്ങ് വേഗതയിൽ ഒരു പട്ടിയിട്ട് ഓടിച്ചാൽ നമ്മൾ ഓടാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ സമയത്ത് അങ്ങനെ ഓടിയില്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന ബോധ്യമാണ് അത് ചെയ്യിക്കുന്നത്. ഓരോ ഫലസ്തീനിയെ കൊണ്ടും ഇതൊക്കെ ചെയ്യിച്ചത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങളുടെ ദുഃഖവും രാജ്യമെന്ന അവൻ്റെ മണ്ണെന്ന വികാരത്തിൻ്റെ അത് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാവവും സർവോപരി അവൻ്റെ ജീവിതവും ഇനി ബാക്കിയാകുന്നത് പോലും ഉണ്ടാവില്ല എന്ന് പറയുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മരിക്കാനിരിക്കുന്നവൻ ഇന്നേ മരിക്കാൻ തയ്യാർ എന്ന് പറയുന്ന ഒരു വികാരത്തോടെയാണ്. യുദ്ധങ്ങളെപ്പോഴും നഷ്ടങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യുദ്ധാനന്തരം ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പ്രധാന പത്രം നൽകിയ തലക്കെട്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രയേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ. ജനുവരി 15 9:40 ഈ ആർട്ടിക്കിൾ ഒരു വോയിസായി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യമായാണ് ഇസ്രയേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് എന്നാണ്. ഇസ്രയേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് ലോകം പറയാൻ കാരണം ഈ പറയുന്ന ചില ലക്ഷ്യങ്ങളോടാണ് ഒരു യുദ്ധത്തിനിറങ്ങിയത്. ഒന്ന്, ഗസയുടെ ഭരണം അല്ലെങ്കിൽ ഫലസ്തീൻ്റെ ഭരണം ഇതുവരെ തുടരുന്ന സംവിധാനം മാറ്റി ഏതെങ്കിലും അവർ വെക്കുന്ന ഒരു പാവ സർക്കാരിൽ ഏൽപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുഴുവൻ ബന്ദികളെയും ജീവനോടെ പുറത്തുവിടണം. മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന അവർക്ക് എതിർപ്പുണ്ടാക്കുന്ന ഒരു ശക്തിയെ ഉന്മൂലനം ചെയ്യണം. സിമ്പിളാണ്. അതിൽ മൂന്നിലും എന്ത് നേടി എന്ന് അന്വേഷണം നടത്തുമ്പോൾ കുറേ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ അടിച്ചു തകർത്തതിനപ്പുറം ഒന്നും ഉണ്ടായില്ലെന്നർത്ഥം. സാധാരണ ഒരു വീട്ടിൽ എലി കയറുമ്പോൾ അതടിക്കാൻ കയറി ചെന്ന് എല്ലായിടവും ഇട്ടടിച്ച് എലി രക്ഷപ്പെട്ടു പോവുകയും ആ മുറിയിലുണ്ടായിരുന്ന കുറേ ഉപകരണങ്ങൾ പൊട്ടിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെയുള്ളൊരവസ്ഥയിലാണ് ഇസ്രയേൽ എത്തിയത്. അതുകൊണ്ടാണ് അവർ അത് തോറ്റു എന്ന് സമ്മതിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ജയശങ്കർ വക്കീലിനെ പോലെയുള്ള ആൾ, എനിക്കിപ്പോഴും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും നിലപാടുകളും വളരെ കൗതുകകരമാണ്. എന്തൊരു നിലപാടിൽ നിന്നൊരു മനുഷ്യനാണ്, എന്തെല്ലാം തരത്തിലുള്ള വിശകലനങ്ങൾ നടത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ്, എന്തെല്ലാം ആശയങ്ങളും നിലപാടുകളും ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എന്താണ് അദ്ദേഹം ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലായില്ല. ഹമാസ് വിജയം എന്ന പേരിൽ അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കി. ആ വീഡിയോയിൽ ഹമാസ് പരാജയപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് പറയാനാവില്ല. കാരണം അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം എത്രയോ ആത്മനിന്ദാപരവും ആത്മവഞ്ചനാപരവുമാണെന്നറിയാവുന്നതുകൊണ്ട്
അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം നേരെ അതിൽ നടത്തിയത് ഒന്ന് ദാവൂദ് വധമാണ്. മീഡിയ വണ്ണിലെ ദാവൂദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ഹരമാണ് വധിക്കാൻ. നമ്മൾ സാധാരണ ഈ നാളുകൾ ചേരാത്തവർ എന്നൊക്കെ പറയുന്നത് പോലെ ഇനി എവിടെയെങ്കിലും പോയി ആരെയെങ്കിലും കൊണ്ട് അവർ രണ്ടുപേരുടെയും കൂടെ നാളൊന്ന് പരിശോധിക്കണം. എന്ത് ദാവൂദ് പറഞ്ഞാലും ഈ പറയുന്ന വക്കീലിന് കെറുവാണ്. വക്കീൽ അനുകൂലിച്ചാലും പരിഹസിക്കും, എതിർത്താലും ദാവൂദിനെ പരിഹസിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രസകരമായ മാനസികാവസ്ഥയാണ്. ഇതിലൊന്നും വൈരാഗ്യം പ്രതീക്ഷിച്ചിട്ടോ വിദ്വേഷം പറഞ്ഞിട്ടോ കാര്യമില്ല. ഈ കൗതുകകരമായ മാനസികാവസ്ഥ കണ്ട് സഹതാപപൂർവ്വം ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം അതിലൂടെ സഞ്ചരിച്ച് പറഞ്ഞത് മുഴുവൻ ജയിച്ചു എന്ന് ദാവൂദ് പറയുമ്പോഴും യഹിയാ സിൻവർ പടമായി, വേറെ ആരാണ്ടൊക്കെ പടമായി, ഇറാൻ്റെ നേതാവ് പടമായി, ഹമാസിൻ്റെ എല്ലാ കമാൻഡറും പടമായി. വക്കീലദ്ദേഹം സംഗതി നിസ്സാരമാണ്. പഴയ MN വിജയൻ സാറ് പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെയും ഉത്തരം. ചോദ്യം ചോദിക്കുന്ന കുട്ടി അങ്ങ് ഇല്ലാതായാൽ, കൊന്നുകളഞ്ഞാൽ, അല്ലെങ്കിൽ അവകാശം ചോദിക്കുന്നവർ കൊന്നുകളഞ്ഞാൽ ആ അവകാശത്തിന്മേലുള്ള അതിൻ്റെ നീതിയും സത്യവും ഇല്ലാതാവുമോ? അങ്ങനെ ഇല്ലാതാവണമെങ്കിൽ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും ജീവൻ നഷ്ടപ്പെട്ടവർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എത്രയോ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അവരെല്ലാം പടമായില്ലേ? അപ്പോൾ അതെല്ലാം നഷ്ടമാണോ? അതെല്ലാം പരിഹാസയോഗ്യമാണോ? അതെല്ലാം നിന്ദ്യമാണോ? കുറഞ്ഞപക്ഷം മനുഷ്യർ മരിക്കുന്നു എന്ന് പറയുന്ന ഒരു വികാരമെങ്കിലും അതിലുണ്ടാകേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടൈറ്റിൽ ചെയ്തിട്ട് പിന്നെ നടത്തിയതെല്ലാം ഇതാണ്. വക്കീലദ്ദേഹം കുറഞ്ഞപക്ഷം ഇസ്രയേലി മാധ്യമങ്ങൾ അംഗീകരിക്കുന്നതെങ്കിലും അങ്ങ് നിർനിമേഷമായി ഒന്ന് അംഗീകരിക്കൂ. അവിടെ വെച്ച് തീരുമല്ലോ. ഈ ലോകത്ത് യുദ്ധമില്ലാതിരിക്കട്ടെ, ഒരു ചെറുതിനെയും അവൻ്റെ ചെറുപ്പത്തിൻ്റെ പേരിൽ വലിയവൻ ആക്രമിക്കാതിരിക്കട്ടെ, എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞവനെ ഒരിടത്തും ആക്രമിക്കാതിരിക്കട്ടെ. അത്തരമൊരു വേൾഡ് ഓർഡറെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചൂടെ? അവിടെയും ദാവൂദിൻ്റെ കശാപ്പും പിന്നെ ഒന്നിനുമല്ലാത്ത ഈ മുസ്ലിം വിരോധവും എന്ത് ഫലം, എന്ത് കാര്യം?